ഇതേ ഹലോ സുഹൈല, ആളെ തിരിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ നാളെ സെൽഫ് പറയും. ചേട്ടന്റെ അടുത്തുനിന്ന് ഫോൺ കൊടുക്കോ? കാണാത്തവരൊക്കെ ഒന്ന് കാണുന്നെ വേണല്ലേ, കാണാനോ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണല്ലേ. നൈറ്റ് ആണ് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യണം അവിടെ ദർഗയില്. അത് വ്യാഴാഴ്ച വരാൻ പറ്റുമോ നോക്കണം അല്ലേ. നോക്കണം, അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം. ഹലോ ഹായ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു പെട്ടെന്നുണ്ടായൊരു പ്ലാനാണ് എല്ലാവരും കൂടെ ഏർവാടി പോകാന്നുള്ളത്. അപ്പോൾ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഫുൾ ടീമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ബാക്കി വിശേഷങ്ങളൊക്കെ യാത്രയിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് ഒരു ലോങ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്, സെറ്റാക്കാം. അപ്പോൾ ഞങ്ങളിപ്പോൾ പാലക്കാട് അറിയില്ലല്ലോ, പാലക്കാട് എത്തിയിട്ടുണ്ട്. അൽബർ ഡ്രൈവർ മിന്നാസ് റിയാസ് ഉണ്ട്. ധ്യാനത്തിലാണ്. ധ്യാനത്തിലാണ്. 1 മണി ധ്യാനം. എന്തേ ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സൈഡാക്കിയതാണ്. സമയം 1:50. എന്താ പറയാ, എന്ത് പറയാ, നല്ല ഉറക്കം വരുന്നുണ്ട്. അത് 2 ചായ അടിക്കുന്നത്. അണ്ണാ സൗഖ്യമാ? തമ്പി ഇതേ ഹലോ സുഹൈല, ആളെ തിരിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ നാളെ സെൽഫ് പറയും. പെണ്ണുങ്ങൾ പറയട്ടോ അത് കണ്ടിട്ട്. സെൽമോന്ന്. ഏയ് കുഞ്ഞിച്ചി സൗഖ്യമാ? ഇത് ഏതാണ് സ്ഥലം? ഇത് സ്ഥലമാണ്. ഇതെവിടെയാണ്? മധുരൈ. എങ്ങോട്ട് ചായ? അടിപൊളി ചായ. ഓടാ ഓക്കെ, താങ്ക് യു. നല്ല എവിടെയാടാ? പൊള്ളാച്ചിയും കഴിഞ്ഞു, മധുരയും കഴിഞ്ഞു. സമയം ഇവിടെ 7:54. വാ സുല, എന്താ അവസ്ഥ? നന്നായിട്ട് ഉറങ്ങില്ലേ? ഞാനൊരു ഉണ്ടംപൊരി എടുത്തു. ഉണ്ടംപൊരി എന്താ പാട്? ഉണ്ടംപൊരി കുഴപ്പമില്ല, പക്ഷെ അതില് 2-3 പീസ് ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ടംപൊരിയിൽ 3 പീസോ? അല്ല, ഈ പരിപ്പോടെ എടുത്തോ, പരിപ്പോടെ സെറ്റാണ്. അതിമനോഹരമായ ഹരിതാപവും പച്ചപ്പും. ചേച്ചി എവിടെ എത്തിയോ? ചേച്ചി ചേട്ടനൊന്ന് ഫോൺ കൊടുക്കുവോ? കറക്റ്റ് മറ്റേ ശ്രീനിവാസൻ ഉണ്ടല്ലോ. ശ്രീനിവാസനല്ല, തിലകന്റെ ഒരു പടം ഉണ്ടല്ലോ. അതായത് തിലകൻ. ചേച്ചി ചിരിക്കാനുള്ള കാര്യം പറ ചേച്ചി. എവിടെ എത്തിയടാ? അപ്പൊ എന്താണ് നമ്മളെ ഉദ്ദേശം? എന്തായിരുന്നു ഉദ്ദേശം? ദർഗയിലെത്തുക, പ്രാർത്ഥന നടത്തുക. ഓക്കെ, എന്താണ്, ആർക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട്? റമീസിന് നല്ലൊരു കുട്ടി സെറ്റ് മെയിനായിട്ട് നമ്മളെ റമീസ് മുന്നക്കൊരു കല്യാണം, നല്ല കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ മറ്റേ ടീം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആ വണ്ടിയിലുണ്ടായിരുന്ന ടീമുകളാണ്. വണ്ടിയിലിരുന്ന മൊയന്തുകളാണ് ഇതാ ഒരു മൊയന്ത് ഇവിടെ.
എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? കുഴപ്പമില്ലല്ലോ. ഭാഗത്തല്ല ഷഹദ്, സൽമാൻ, അസഫ്. ഇന്നലെ ഒരു 11 മണിക്കാണ് പെരിയിൽ നിന്ന് ഇറങ്ങുന്നത്. ഇപ്പോൾ ഒരു 9:30 ആയപ്പോൾ സ്ഥലത്തെത്തി. ഇതാണ് നമ്മുടെ റൂം. ചില ഇത് കാണിച്ചാൽ നല്ല കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ നമ്മളെ പ്ലാനിങ് എങ്ങനെയാണ്? പ്ലാനിങ് നമ്മൾ ദർഗ പോയിട്ട് ഒന്ന് ഫ്രഷായിട്ട് കുളിച്ച് ഫ്രഷായിട്ട് ദർഗ പോവും. അതിനുശേഷം 1-2 സ്ഥലം കവർ ചെയ്യാണ്ട് കഴിഞ്ഞ് വന്ന് രാത്രി ഒന്ന് സ്റ്റേ ചെയ്തിട്ട് രാവിലെ നമ്മൾ വേറെ ലൊക്കേഷൻ പിടിക്കും. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു യാത്ര? കാരണം ഏറ്റവും കൂടുതൽ വണ്ടി ഓടിച്ചിട്ടുള്ളത് ഫുള്ള് ഞങ്ങളെ വണ്ടി ഈ റിഡ്സ് ആയിരുന്നു. ഞങ്ങളെ റിഡ്സ് ഓടിച്ചിട്ടുള്ളത് മിസ്റ്റർ മുന്നെയാണ്. അപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് ഇവൻ്റെ കല്യാണം, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും അതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വന്നിട്ടുള്ളത്. അതാണ് ഞങ്ങളെ മെയിനായിട്ടുള്ള മെയിനായിട്ടുള്ള നിയ്യത്ത് അതാണ്, മുന്നൻ്റെ കല്യാണം എന്നുള്ളതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് റെഡി ആവട്ടെ. ഞാൻ കെട്ടണം ഞങ്ങളെല്ലാവരും കെട്ടിയതുകൊണ്ട് അതാണ് മെയിൻ റീസൺ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഒരു യാത്ര എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്, ഗുഡ് എക്സ്പീരിയൻസ്. അത് മെയിനായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ചെക്കനാണ്, നല്ല ജോലിയുണ്ട്, പിന്നെ ദുശീലങ്ങളോ പരിപാടികളൊന്നുമില്ല, വീടും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. കാറുണ്ട്, അത് ഒരു കാറല്ല 3 കാറുണ്ട്. അപ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ അറിയിക്കാം. വണ്ടി ഓടിച്ച് ഇയാളോട് ചോദിക്കാനുള്ളത് സൽമാൻ സാർ. നല്ല റോഡായിരുന്നു. യാത്രാക്ഷീണമൊന്നുമില്ല. റോഡൊക്കെ അടിപൊളി സൂപ്പർ റോഡാണ്. വർഷങ്ങൾക്ക് ശേഷം ഒരു നല്ലൊരു യാത്ര എല്ലാരും കൂടി കൂടിയിട്ട് അത് പ്രത്യേകമായിട്ട് പറയണ്ട സുഹൈല. കാരണം നമ്മള് ഇത്രയും കാലമായിട്ട് നമ്മൾ യാത്രകൾ ഇറങ്ങും ഒരു 100 മീറ്റർ 100 കിലോമീറ്റർ 200 കിലോമീറ്റർ മാക്സിമം. നമ്മള് അറൗണ്ട് 500 കിലോമീറ്റർ നമ്മൾ ഒറ്റ ഡ്രൈവിങ്ങില്. അപ്പോൾ സ്റ്റേ ചെയ്തിട്ടില്ല, ഇനിയിപ്പോൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യാനുള്ളത്. ആ ഒരു ഉറക്കക്ഷീണം മുഖത്ത് നന്നായിട്ടുണ്ട്. അതൊക്കെ ടയേർഡാണ്, കാരണം ഇന്നലെ ഒന്നാമത് പണി കഴിഞ്ഞാണ്ട് നേരെ വരികയാണ്. അപ്പോൾ അതിൻ്റെ ക്ഷീണമുണ്ട്. സുഹൈലാണ് ക്യാമറ എടുക്കുന്നത്. ഇല്ല സുഹൈല മെയിനായിട്ടുള്ള പള്ളി ഇതല്ലേ, ദർഗതല്ലേ? ഞാൻ ആദ്യമായിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ലൊരു ഇതുണ്ട് കേട്ടോ, നല്ല രസമുള്ളൊരു. ഇതെന്താണ്, പുഴയാണോ തോടാണോ ഇത്? എൻ്റെ തല. നിങ്ങൾ ആരാണ് ഇവിടുത്തെ? ഏതപ്പോ ഇത്? എങ്ങനെയുണ്ട് റൂം? അപ്പോൾ റൂം നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ബാത്റൂമാണ് മെയിനായിട്ട് നോക്കേണ്ടത്, റൂം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഫ്രഷ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല ഉറക്കക്ഷീണമുണ്ട്. ഞങ്ങളെ ചെക്കൻ നല്ല ലുക്കിലാണ്. ഇവൻക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ. അതെ ഈ പണക്കാരന് വേണ്ടിയിട്ടാണ് ഞങ്ങള് ഇറങ്ങി പുറപ്പെട്ടത്. നോക്ക് ഏതല്ലേ കല്ലുണ്ടാക്കിയാലോ? Don't touch my neighbors. വരുന്നവരും മോണോലൊക്കെ എന്റെ മൂന്നാറും ഇടിഞ്ഞു വീണു. വരുന്നവരും മോണോലൊക്കെ എന്റെ മൂന്നാറും. ഞാൻ ഒന്നാമത്തെ വേണ്ട ഒരു മര്യാദ കാണിച്ചൂടെ? മറ്റേ നീച്ചാ വയ്യ. എന്താ അവസ്ഥ? എങ്ങനെയുണ്ട്? എല്ലാത്തരം ഇതന്നല്ലേ? ഇനി നേരെ വേറൊരു ലൊക്കേഷനിലോട്ട് പോവാണ്. കടൽപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത്. നമ്മളിനി അടുത്ത് പോണത് നേരെ എന്താണ് ഏർവാടി
ദർഗയിൽ നമ്മൾ പോയി. ഞാൻ കഴിഞ്ഞിട്ട് നമ്മൾ പോണത് കടൽപ്പള്ളി എന്ന് പറയും. എന്താണ് അതിന് വേറെ എന്തോ പേരുണ്ട്, ശരിക്കുള്ള പേരെന്താന്നുള്ളത് കറക്റ്റായിട്ട് അവിടെ ചെന്നാൽ ബോർഡിലൊക്കെ നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും. ഈ പറമ്പ് മൊത്തം ഉപ്പാണ്. അതല്ലടാ, സുരേഷ് ഗോപി ആണല്ലേ പറഞ്ഞടാ. ആ റൂട്ടിൽ നേരെ പോവാൻ. അല്ല വണ്ടിക്ക് എന്താ പറ്റി? വണ്ടി ഓഫ് ആയിക്കണേ. ഒരേ ബാക്കില കുറച്ച് ഒരു ഫസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ ഞാൻ ഒരു 4 ഇൻഡിക്കേറ്ററിൽ കണ്ടു. അപ്പൊ ഞാൻ ഷാജിനകത്ത് മൂത്രയ്ക്കാൻ വേണ്ടി നിർത്തിയതാണോന്ന് അറിയണം. ആ കാണുന്നത് അതിന് മുന്നേ കേട്ടോ. എന്താ ചിരിക്കണേ? വലിയ വണ്ടി എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ ഇരുന്നേക്കാണ്ട് വണ്ടിയില്. വണ്ടി കംപ്ലൈന്റ് ആയിക്കണേ. ഇറങ്ങി വണ്ടി കിടന്നു. ചെറിയ വാർണിംഗ് ലൈറ്റ് വന്നാണ് എൻജിൻ. കുഴപ്പമൊന്നുമില്ല. അത് വണ്ടി തണുത്തൊക്കെയല്ലേ, പെട്ടെന്ന് നീറ്റായപ്പോ നല്ല പ്രശ്നമാവും. വണ്ടി അടിപൊളി സ്ഥലം കേട്ടോ, ഒന്നും പറയാല്ല. ചുറ്റോറും കടൽ, ഈ സൈഡ് കടല്, ആ സൈഡും കടൽ. സെൻറ്ററും കൂടെ കുറഞ്ഞ രീതി എങ്ങനെ അതിലൂടെയാണ് ഇവിടെ വരുന്നത്. വെള്ളം നല്ല ശുദ്ധജലല്ലേ? കടലിന്റെ നടുവിൽ കൊത്തു പൊറോട്ട ആയിരുന്നു. തമിഴ്നാട്ടിൽ വന്ന പിന്നെ കൊത്തു പൊറോട്ട എങ്ങനെ പോയിരുന്നതാണ്. ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്തോടെ വരാറുണ്ട്. തിന്നിട്ട് നമ്മൾ തിരിച്ചു പോകുന്നുണ്ട്. ഞാൻ സർവ്വണ്ട് അപ്പോൾ ഭക്ഷണം കേരള മെസ് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് കഴിച്ചു. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഫുഡൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ. ഫുഡ് എന്താ പാട്? ഷാറല്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ലോഡ്ജിക്ക് തന്നെ പോവാണ്. കിടന്നുറങ്ങണം. സമയം 9:30. എങ്ങനെയുണ്ട് വർക്കൊക്കെ? ഉഷാറല്ലേ? അതെ. ചേട്ടാ ഇങ്ങനെ ഞാൻ ഉറക്കം തീർച്ചയായിട്ട് ഇവന്റെ കാല് ഒരുത്തിന് കാല് കിട്ടും. എന്നിട്ട് ഇഷ്ടം പിന്നെ കാല് കുടിയിരിപ്പുകാരൻ ഇവിടെ ഉണ്ട്. ഇവിടെ ആരാ? ഓലവിടെ ഇവിടെ അടി വർണ്ണത്തിലടി ഇവിടെ നോ ടെൻഷൻ. ബസ്സൊക്കെ നന്നായിട്ടൊന്ന് ഉറങ്ങി. എന്താ പറയാനുള്ളത്? ചെറുക്കന്മാരൊക്കെ ഫുഡ് കഴിക്കാൻ പോകുന്നില്ല. അപ്പോൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? പിന്നെ പറഞ്ഞ എങ്ങോട്ടാ പോകുന്നത്? ജിന്ന് പള്ളിയിലെ. അവിടുത്തെ പ്രത്യേകത എന്താണ് അറിയോ?
അതറിയില്ല. ചരിത്രം ഉറങ്ങുന്ന മണ്ണുകളിലേക്ക് ഒരിക്കൽ കൂടി യാത്ര. അപ്പൊ ഇതിന് മുന്നേ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. നല്ല ചെയിനൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഏർവാടി ചെയിനാണ് കാണിച്ച. അപ്പൊ ഈ വീഡിയോ കാണിക്കാൻ വേണ്ടി സുഹേലിന്റെ പെണ്ണുങ്ങള് നോട്ട് ചെയ്തേക്കുക. എണ്ണ അടിച്ചാൻ വേണ്ടി കയറ്റിയാണ്. സൽമാനെ എങ്ങനെയുണ്ട് രണ്ടാമത്തെ ഡേ? അടിപൊളിയാണ്. ഇന്നലെ നന്നായിട്ട് ഉറങ്ങാൻ പറ്റില്ലേ? എന്താണ് ഒരു എക്സ്പീരിയൻസ് പിന്നെ ഇവിടെ വന്നിട്ടുള്ള ഏർവാടി? ഏർവാടിയൊക്കെ ഒന്ന് കാണാൻ പറ്റി. കാണാത്തവരൊക്കെ ഒന്ന് കാണുന്നെ വേണല്ലേ? കാണാനോ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലേ? നൈറ്റ് ആണ് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യണം അവിടെ ദർഗയില്. അത് വ്യാഴാഴ്ച വരാൻ പറ്റുമോ നോക്കണം അല്ലേ? നോക്കണം. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം. കുഞ്ഞുപള്ളിയാണ് ഇവിടെ. ഫോട്ടോ അലോഡല്ല, അതുകൊണ്ട് ഓഫാക്കാണ്. സൽമാനെ വല്ല ഉണ്ടാക്കും. നമ്മളൊരു വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ് ചെയ്യണം. വണ്ടിക്ക് ചെറിയൊരു പ്രശ്നം പറ്റിയിരിക്കണം. ഒരു വണ്ടിക്ക് നമ്മൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലംകോടൊന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ട്. സംഭവം എന്താ വെച്ചാല് ഗൈസ് ഞാൻ പറയാം, ഞങ്ങൾ ഈ വണ്ടിക്ക് ചെറിയൊരു തകരാറ്. വണ്ടി ഒരു 40 കിലോമീറ്റർ ഓടുമ്പോ വണ്ടി സ്റ്റോപ്പ് ആവാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് യാത്ര തിരിച്ചു, വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. കമന്റ് എന്താ 40 കിലോമീറ്റർ ഓഫ് ആക്കിയാണ്ട് പിന്നെ അടുത്ത 40 പോയാൽ പോരെന്ന് കമന്റ് അടുത്ത ചോദ്യം വരെ എനിക്ക്. അപ്പൊ എന്ത് ചെയ്യാ? അത് നടക്കൂലല്ലോ, മറ്റേ വണ്ടി വരുന്നുണ്ട്. അപ്പൊ ഈ യാത്ര ഇവിടെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വൈകാതെ കോട്ടയ്ക്ക് കാരവൻസിലോട്ടാണ് അടുത്ത യാത്ര. നല്ല ഫുഡും കഴിച്ചിട്ട് വീട്ടിൽ പോകാനാണ് ഇപ്പൊ പ്ലാനിങ്. 87 കിലോമീറ്റർ ഓടി. ഞാൻ പിടിക്കാൻ നിർത്തുക. 10 മിനിറ്റ് നിർത്തുക. അമ്പി പിടിച്ച അതാകുമ്പോ നേക്കാണ് ഒരു അരമണിക്കൂർ കിട്ടുക. അപ്പൊ ഇനി ഫുഡ് കഴിച്ചിട്ടാണ് അടുത്ത യാത്ര. നല്ലൊരു ഹോട്ടലുണ്ട്, അപ്പൊ നിർത്തിയിട്ടുണ്ട്. சிக்கன் இருக்கு, நாட்டுக்கோழி இருக்கு, மட்டன் இருக்கு. சீரசம்பா ഞങ്ങൾക്ക് അറിയില്ല. ചെറിയ അരി. ആ ഓക്കെ. ചെറിയ അരിയില് നാട്ടുകോഴി ബിരിയാണി. നാട്ടുകോഴി അടിപൊളിയാ இருக்கும் ബിരിയാണി. അപ്പൊ ഞങ്ങള് ഇവിടെ എത്തിയിട്ടുണ്ട്, ഇവിടെ പാലക്കാട്. ഏകദേശം എത്താനായി. പിന്നെ കുറെ ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ഒരു മൂഡില്ലായിരുന്നു. കാരണം ഞങ്ങളെ വണ്ടി കേടന്നോണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ട്രിപ്പ് ആയിട്ടില്ല. അങ്ങനെ ഞങ്ങളെ നാട്ടിൽ കോട്ടക്കൽ എത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഫുഡ് കഴിച്ചിട്ട് പോകാനുള്ള പരിപാടിയിലാണ്. സമയം 12:43. നല്ല ചാടിക്കോ. അവന്റെ വണ്ടീന്റെ ഉള്ളിലാണ് നടക്കാൻ പോവാ. ഇജെന്താ തപ്പുന്നടാ? ജാക്കറ്റ് എന്തുകൊണ്ട് കൊറേ കാര്യങ്ങൾ ഞങ്ങള് മനഃപൂർവ്വം പറയാത്തതുണ്ടല്ലേ. കൂട്ടമായ ചില രഹസ്യങ്ങളുണ്ട്, ഞങ്ങളിപ്പോ പറയുന്നില്ല. അടുത്തൊരു വ്ളോഗിൽ ഞങ്ങൾ ഇരുന്നിട്ട് അതിനെ കുറിച്ച് സംസാരിക്കും. അപ്പൊ അത്രയൊക്കെ തന്നെ. ശരി എന്നാ.